നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. എനിക്കൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറി കൂടി ചേരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യ വാർത്തയിലേക്ക്. സെക്രട്ടേറിയറ്റ് പരിസരത്തെ സമാനതകളില്ലാത്ത രീതിയിൽ സംഘർഷഭരിതമാക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സമാധാനത്തിന്റെ കാലം കഴിഞ്ഞെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചതോടെ വർദ്ധിത വീര്യത്തോടെ പ്രവർത്തകർ അണിചേർന്നു. പോലീസ് വാഹനം അടിച്ചു തകർക്കുകയും ഷീൽഡുകൾ പൊട്ടിക്കുകയും ചെയ്തു. 1.5 മണിക്കൂറിലേറെ സംഘർഷാവസ്ഥ നീണ്ടു. ഒടുവിൽ പിരിഞ്ഞുപോയ പ്രവർത്തകർ സർക്കാർ വാഹനങ്ങൾ ആക്രമിച്ചു. പോലീസിനു നേരെ ശക്തമായ കല്ലേറും ഉണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് തലയ്ക്ക് പരിക്കേറ്റതോടെ പ്രവർത്തകർ വീണ്ടും കൂട്ടം ചേർന്ന് പ്രതിഷേധം ശക്തമാക്കി. മലപ്പുറത്ത് SFI വനിതാ നേതാക്കളോട് കരയല്ലേ മോളെ എന്ന് പറഞ്ഞ പോലീസ് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ ഉടുപ്പിന് പിടിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. അങ്ങനെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ തുണിമേ പിടിച്ചിട്ടുള്ള പോലീസുകാരൻ അവന്മാരെ കണ്ടിട്ട് ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ. അതിനകത്തൊരു തർക്കവും വേണ്ട. SFIക്കാരൻ സമരം ചെയ്യുമ്പോൾ ഒരു സമീപനം, ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ പോയത്. ഞാൻ അക്രമിച്ചു വിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. പിടിച്ചു മാറ്റുമ്പോൾ എന്നെ എത്ര തവണ പോലീസുകാർ നടത്തിയത്? SFIയുടെ സെക്രട്ടറി ഉള്ള സമീപനം ഇതായിരുന്നോ? നോക്കട്ടെ, അവർ പരമാവധി ഫോഴ്സ് ഉപയോഗിക്കട്ടെ. 1.5 മണിക്കൂറായിട്ട് ഫൈറ്റ് നോക്കുമല്ലയോ, നോക്കട്ടെ. സംഘർഷാവസ്ഥ നീണ്ടതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നേരിട്ടെത്തി പോലീസ് കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ മോചിപ്പിച്ചു. DCC ഓഫീസിലേക്ക് ജാഥയായാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ മടങ്ങിയത്. DCC ഓഫീസിന് മുന്നിലേക്ക് പോലീസ് എത്തിയതോടെ വീണ്ടും സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. പോലീസിനു നേരെ ഒരു കടലാസ് പോലും എറിയരുത് എന്ന പഴയ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. തിരിച്ചടിക്കണം, ഒരു സംശയവും വേണ്ട. എണ്ണി അടിക്കും. കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും, ഒരു സംശയവും വേണ്ട. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകും. ചോര വീണ ആ ചോരച്ചാലികളെ ചവിട്ടി ഞങ്ങൾക്കാർക്കും ഒരു അധികാര സ്ഥാനത്തേക്ക് പോകണ്ട. ആ അധികാര സ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് ഇവർ. നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ല, ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. പുറത്തു നിന്ന് പറയാനല്ല, കൂടെ ഉണ്ടാകും. ഉച്ചയ്ക്ക് മുൻപ് ആരംഭിച്ച സംഘർഷാവസ്ഥ അയഞ്ഞത് 3:30യോടെയാണ്. പോലീസ് തെരയുന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വലിയ സംഘർഷാവസ്ഥയാണ് ഇന്ന് തലസ്ഥാനത്തുണ്ടായത്. ഒപ്പം തന്നെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായി. പക്ഷേ പോലീസിനെതിരെയുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തി പറഞ്ഞ കാര്യം തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്, തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പരസ്യമായി ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നിലപാട്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഉദ്ഘാടന പ്രസംഗം VD സതീശൻ നടത്തിയത് പ്രവർത്തകരെ ആവേശത്തിലാക്കാൻ വേണ്ടി തന്നെയാണ്. അതൊരു കൃത്യമായ ഒരു സന്ദേശം നൽകുന്ന ഒരു പ്രസംഗം തന്നെയാണ് VD സതീശൻ നടത്തിയതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിലേറ്റവും എടുത്തു പറഞ്ഞത് ഇനി ഞങ്ങൾ അടികൊണ്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, തിരിച്ചടിക്കുക തന്നെ ചെയ്യും. കല്യാശ്ശേരിയിൽ നിന്ന് നിങ്ങൾ തുടങ്ങി വെച്ചത് അവർക്കെതിരെ, ആ പോലീസുകാർക്കും അതുപോലെ തന്നെ അവിടുത്തെ തങ്ങളെ മർദ്ദിച്ച DYFIക്കാർക്കുമെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ തിരിച്ചടിക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകുകയായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ VD സതീശൻ ചെയ്തത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരമാവധി പോലീസിനെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യമായിരുന്നു കണ്ടത്. പോലീസിന്റെ ബയനറ്റും അതുപോലെ തന്നെ പോലീസിന്റെ ഷീൽഡും ഒക്കെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് പോലീസിന് നേരെ ദീർഘനേരം കല്ലെറിഞ്ഞു. അവിടെ വെച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമത്തിനിടെ ഒരു പോലീസ് വാഹനം അവിടെ വെച്ച് തന്നെ അടിച്ചു തകർത്തു. അതിനുശേഷം പ്രവർത്തകരെ ഏതാണ്ട് പോലീസ് ഒരു വിരട്ടി ഓടിച്ചപ്പോൾ DCC പ്രസിഡന്റും അതുപോലെ തന്നെ
തന്നെ പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തി. അതിനുശേഷമാണ് പ്രകടനമായി ഇവിടേക്ക് DCC ഓഫീസ് പരിസരത്തേക്ക് എത്തിച്ചേരുന്നത്. സ്വാഭാവികമായി ഇവിടെ എത്തി 2 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പിങ്ക് പോലീസിന്റെ നേതൃത്വത്തിലൊരു ശ്രമം നടന്നു. ആ സമയത്താണ് ഈ പോലീസ് വാഹനം ആക്രമിക്കപ്പെടുന്നത്. പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർന്നു. ആ വനിതാ പോലീസുകാർക്ക് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. ഉടൻ തന്നെ വലിയൊരു ഫോഴ്സ് പോലീസ് ഇങ്ങോട്ട് സ്ഥലത്തെത്തുകയായിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഏതാണ്ട് മണിക്കൂറുകളോളം തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് ഇവിടേക്കെത്തി കുറേ നേരം ഏതാണ്ട് പ്രവർത്തകരും പോലീസും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം വരെ ഇവിടെ കണ്ടു. പക്ഷേ അതിനുശേഷം പോലീസ് തങ്ങൾ മടങ്ങില്ല, ഈ 2 പ്രവർത്തകരെ തങ്ങൾക്ക് ലഭിക്കാതെ തങ്ങൾ മടങ്ങില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വവും പ്രതിസന്ധിയിലാവുന്ന ഒരു കാഴ്ച കണ്ടു. ഷാഫി പറമ്പിൽ MLA, മുൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ, അദ്ദേഹം ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹവുമായൊക്കെ ഏറെ നേരം കന്റോൺമെന്റ് AC ചർച്ച നടത്തി. അതിനുശേഷമാണ് 2 പ്രവർത്തകർ നേമം അസംബ്ലി മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് ഹൈദർ അലി, ഇത് കൂടാതെ ചെറിയ തുറയുടെ യൂണിറ്റ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ഹനോക്ക് എന്നിവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതിനുശേഷമാണ് പോലീസ് മാറിയിട്ടുള്ളത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി അവർ കീഴടങ്ങി. രീതിയിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഒപ്പം പോലീസും ശക്തമായി നിലനിൽക്കുന്നു. എന്താണ് തുടർ നീക്കങ്ങൾ ഈ ഒരു ഭാഗത്തിന്റെയും എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പാർലമെന്റിൽ നടന്ന അതിക്രമ കേസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ വിശദീകരണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായി. ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങൾ പ്രതിഷേധിച്ചു. പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ MP-മാർ നടത്തിയ പ്രതിഷേധത്തിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറെ അപമാനിച്ചുവെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രംഗത്തെത്തി. തൃണമൂൽ അംഗം കല്യാൺ ബാനർജിയും കോൺഗ്രസ് അംഗം രാഹുൽ ഗാന്ധി നടത്തിയ പ്രവൃത്തി സഭയുടെ അന്തസ്സ് കെടുത്തിയതായി രാജ്യസഭാ ചെയർമാൻ ആരോപിച്ചു. Go to your conscience, search your soul, and then reflect. I urge the leader of the opposition, I request you, sir, as leader of the opposition, as president of the Congress party, to prevail upon opposition members not to engage into this kind of indecorous conduct. അതേസമയം MP-മാരുടെ കൂട്ട സസ്പെൻഷൻ ജനാധിപത്യത്തിനെതിരായ വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധി ചൂണ്ടിക്കാണിച്ചു. അതിനിടെ ലോക്സഭയിലെ സസ്പെൻഷൻ നടപടികൾ തുടരുകയുമാണ്. കേരളത്തിൽ നിന്നുള്ള MP-മാരായ AM ആരിഫ്, തോമസ് ചാഴികാടൻ എന്നിവരെ ഇന്ന് സസ്പെൻഡ് ചെയ്തു. R രാധാകൃഷ്ണൻ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. RK, സഭയിൽ ഇന്നും പ്രതിഷേധം നമ്മൾ കണ്ടു. ആ രീതിയിൽ പ്രതിപക്ഷം ഉറച്ചു തന്നെ നിൽക്കുകയാണ് നിലപാടിൽ. അതേസമയം സസ്പെൻഷൻ നടപടികൾ ഇന്നും ഉണ്ടായി. എന്താണ് ഇന്ന് പാർലമെന്റിൽ നടന്നത്? ഇപ്പോൾ പാർലമെന്റിൽ ഈ രാജ്യത്തെ ശിക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. 3 ബില്ലുകൾ, അത് IPC, CRPC, ഒപ്പം തെളിവ് നിയമം, ഇത് മൂന്നിനും പകരമായിട്ടുള്ള പുതിയ നിയമങ്ങളുടെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ബില്ല് അവതരണം നടന്നു. ആ ബില്ലുകൾ പാസ്സായിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ, ഒരുപക്ഷെ ശുഷ്കമായിട്ടുള്ള പ്രതിപക്ഷ നിരയുടെ ഒരു സാന്നിധ്യത്തിൽ ആണ് ഈ ചർച്ചകൾ നടന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി 2 ദിവസങ്ങളിലായിട്ട് നടന്ന ചർച്ചകൾ ഉപസംഹരിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞു. രാജ്യത്ത് ഒരു പുതിയ യുഗമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ കൊളോണിയൽ നിയമങ്ങളും മാറ്റി എഴുതാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ശിക്ഷാ നിയമം കൂടുതൽ കൃത്യത ആർന്നതാകുന്നതോടുകൂടി രാജ്യത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാകും ഉണ്ടാവുക എന്നതടക്കമുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കാണ് 2 സഭകളും, ലോക്സഭയും രാജ്യസഭയും, സാക്ഷ്യം വഹിച്ചത്. ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് രാജ്യസഭയിലെ നടപടികളായിരുന്നു. ചെയർമാൻ കൂടിയായിട്ടുള്ള ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ തന്നെ പ്രതിപക്ഷ നിരയിൽ, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജിയും ഒപ്പം രാഹുൽ ഗാന്ധിയും ചേർന്ന് അപമാനിച്ചു എന്ന് സഭയിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മൗനം തന്നെ ഞെട്ടിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് ഈ വിഷയത്തിൽ അദ്ദേഹം ഉന്നയിച്ചത്. ഏതാണ്ട് 6ഓളം തവണ സഭാ നടപടികൾ നിർത്തിവെക്കുന്ന വിധത്തിലേക്കാണ് രാജ്യസഭാ നടപടികൾ എത്തിയത്. ലോക്സഭയിലും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഈ പാർലമെന്റ്
ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് അമിത്ഷാ പ്രസ്താവന നടത്തണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതിഷേധം ഉണ്ടായത്. എം ആരിഫിനെയും ഒപ്പം തോമസ് ചാഴിക്കാടിനെയും പോലെയുള്ള കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിന് കേന്ദ്ര സർക്കാർ അതിനുള്ള പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണ് മറുപടിയായി നൽകിയത്. രാവിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ CPC-യുടെ കോൺഗ്രസ് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധിയാണ് അധ്യക്ഷത വഹിച്ചത്. സോണിയാഗാന്ധി ഈ യോഗത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള MP-മാർക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. ഈ MP-മാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് സർക്കാരിന്റെ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ തമസ്കരിക്കാനുള്ള ശ്രമം അത് ഫലിക്കില്ല എന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. ഗവർണർ പരിണിതപ്രജ്ഞനാണെന്ന സ്പീക്കർ AN ഷംസീറിന്റെ നിരീക്ഷണം തള്ളി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സംസ്കാരമുള്ള ഒരാളുടെ വായിൽ നിന്നും വരുന്ന പ്രയോഗമല്ല ഗവർണറിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ കാരണം ഗവർണറുടെ ഏകാധിപത്യ നിലപാടാണ്. സ്വാതന്ത്ര്യസമരത്തിലടക്കം ജനാധിപത്യ പോരാട്ടം നയിച്ച് രക്തസാക്ഷിയായവരുടെ നാടാണ് കണ്ണൂരെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. ആർ അരുൺരാജ് നൽകും കൊല്ലത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ. അരുൺ, വിശദാംശങ്ങൾ. പ്രസ്താവനയുമായി സ്പീക്കർ ഗവർണർക്ക് അനുകൂല പ്രസ്താവനയുമായി സ്പീക്കർ രംഗത്ത് വന്നത്. ഗവർണർ വലിയ പരിജ്ഞാനമുള്ള വ്യക്തിയാണ്, ഗവർണർ സർക്കാരുമായി ചേർന്ന് പോകുമെന്നാണ് തന്റെ പ്രതീക്ഷ എന്നതായിരുന്നു നേരത്തെ സ്പീക്കർ AM ഷംസീറിന്റെ പ്രസ്താവനയായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെത്തിയത്. ഇതിനെതിരായിട്ടാണ് ഈ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്നത്. ഈ വിഷയത്തിൽ V ശിവൻകുട്ടി പറയുന്നത് ഗവർണർ പരിജ്ഞാനമുള്ള വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേട്ടാൽ അത്തരം പരിജ്ഞാനമുണ്ട് എന്ന് എങ്ങും തന്നെ തോന്നുകയില്ല. ഈ കലാലയങ്ങളെ കലുഷിതമാക്കാനുള്ള ശ്രമം പോലും ഉണ്ടായത് ഗവർണറുടെ ഭാഗത്തു നിന്നാണ്. SFI പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സമരത്തേക്ക് തള്ളിവിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗവർണർ മാടമ്പി ആയതുകൊണ്ടാണ് എന്ന കാര്യം മറക്കരുത് എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സ്പീക്കറിന്റെ എല്ലാ പ്രസ്താവനകളെയും അടിമുടി തിരുത്തുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പുതിയ നിലപാടിലൂടെ. ശരി, ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തെക്കൻ തമിഴ്നാട് ജില്ലകളെ ബാധിച്ച പ്രളയം തൂത്തുക്കുടി വ്യവസായ മേഖലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. വ്യവസായ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും വെള്ളത്തിൽ മുങ്ങി. തുറമുഖം വഴിയുള്ള ചരക്ക് നീക്കവും സ്തംഭിച്ചു. തൂത്തുക്കുടിയിൽ നിന്നും MG പ്രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലും ബാധിച്ച പ്രളയം ജനജീവിതം വളരെ ദുരിതം പൂർണ്ണമാക്കിയിരിക്കുകയാണ്. കാരണം വലിയ തരത്തിൽ ഇപ്പോഴും ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. പല മേഖലകളിലും വലിയ തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ അത്തരമൊരു ദുരിത കാഴ്ചകളാണ്. പല മേഖലകളിലും വെള്ളം ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു, കൃഷി നശിച്ചു. അങ്ങനെ വ്യാപകമായ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നാശനഷ്ടങ്ങളുമാണ് തൂത്തുക്കുടി തിരുനെൽവേലി മേഖലയിലുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തൂത്തുക്കുടി ഡയമണ്ട് കോളനിയാണ്. ഈ കോളനി ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. വലിയ തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. கரண்ட் வந்துட்டு மட்டும் தமிழ்நாடு கவர்மெண்ட் சொல்ல வேண்டாம். தூத்துக்குடியில கவர்மெண்ட்ல இங்க கரண்ட் கிடையவே கிடையாது. இந்த ஏரியால இந்த டைமண்ட் காலனிங்கிற ஒரு தெரு இருக்கிறதே யாருக்குமே தெரியாது. சோ அதனால இங்க இருக்கிற அந்த வீட்டுல இருக்க பிள்ளைங்க எங்க போனாங்கன்னு கூட எங்களுக்கு தெரியாது. இந்த தெருவே எங்களோட இதுல நாங்களே முயற்சி பண்ணி வாழ்ந்துட்டு இருக்கோம். முடிஞ்ச அளவுக்கு எங்களுக்கு சீக்கிரம் இதை ரெக்டிஃபை பண்ணி கொடுக்க சொல்லுங்க, அவ்வளவுதான். 3 நாளா நாங்க சாப்பாட்டுக்கு வழி இல்லாம அவ்வளவு கஷ்டப்பட்டுக்கிட்டு இருந்தோம் நாங்க. ஆனா இந்த இதுல கை குழந்தைய வச்சுக்கிட்டு பாவம் எங்களாலேயும் அவங்களால காப்பாற்ற முடியல. எங்க இருக்காங்கன்னு எங்களுக்கு அதை நினைச்சு ரொம்ப கஷ்டம். நாங்களா ஒரு சேஃபா மச்சப்படி ஏறி அப்படி வந்துட்டோம். மொட்டை மாடி தாண்டி நாங்கெல்லாம் போனோம். வயசானவங்க எல்லாம் அவ்வளவு கஷ்டப்பட்டுட்டாங்க இந்த திருப்பு. ஆனா யாருமே எங்களை எட்டியே பார்க்கலாம். எங்களுக்கு அதுதான் ரொம்ப கஷ்டமா இருக்கு. வயசானவங்க பச்சை பிள்ளைல வச்சுட்டு இருக்காங்க, பார்க்க கஷ்டம். இந்த ஓடையை நாங்க சொல்லிக்கிட்டே இருக்கோம், கவர்மெண்ட் அதை ஏறெடுத்தே பார்க்க மாட்டேங்கிறாங்க. எங்களுக்கு ரொம்ப மோசம் தான். இங்க குடிக்கிறது கூட இப்ப வழி இல்ல. நேற்று எங்களுக்கு ஒரு இடத்துல இருந்து 2-3 தட்டு சாப்பாடு கொடுத்தாங்க. அதை கொண்டு வந்து சின்ன பிள்ளைகளுக்கு பெரியவங்களுக்கு கொடுத்துருக்கோம். நாங்க இன்னும் சாப்பிட்டு 2 நாள்ல இருக்கு. 1.5 நாள் ஆச்சு இன்னும் சாப்பிட்டு. பசங்கெல்லாம் சாப்பிட்டு லேடிஸ்க்கு கொஞ்சம் சாப்பாடு கொடுத்துட்டு இருக்கிறோம். எங்களுக்கு இன்னும் குடிக்கிறது கூட தண்ணி இல்ல. இந்த தண்ணியை தான் நாங்க சமைக்கிறதுக்கு சூடு பண்ணி ஃபில்டர் பண்ணி தான் யூஸ் பண்ணிட்டு இருக்கோம். அதுலயே ரொம்ப பிரச்சனை எங்களுக்கு. அதனாலே இப்ப ஒருத்தர் காய்ச்சல்ல இருக்கிறாங்க, ஃபீவர்லாம். மெடிக்கல் கூட யாரும் வர மாட்டேங்காங்க இன்னும்.
തൂത്തുക്കുടിയിലെ ഈ പ്രളയ സാഹചര്യം എങ്ങനെയാണ്? കാരണം ജനങ്ങൾ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം ഈ പ്രളയ മേഖലകൾ സന്ദർശിക്കാനിരിക്കുകയാണ്. പക്ഷേ വ്യാപകമായ പരാതികളാണ് സർക്കാരിനും മറ്റ് ജനപ്രതിനിധികൾക്കുമെതിരെ ജനങ്ങൾ ഉയർത്തുന്നത്. കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്തിയില്ല, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയില്ല എന്നതടക്കമുള്ള വലിയ തരത്തിലുള്ള പരാതികൾ ജനങ്ങൾ ഉന്നയിക്കുന്നു. അവർ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ്. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, വേണ്ട ഭക്ഷണങ്ങളില്ല. അത്തരത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഓരോ ജനങ്ങൾക്കുമുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ ഇത്രയും വേഗം ഇടപെട്ട് അവർക്ക് പരിഹാരം കാണണമെന്നും ആവശ്യമായ ദുരിതാശ്വാസ സഹായങ്ങൾ നൽകണമെന്നുമുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് അവർ നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അർജുന അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോങ് ജമ്പ് താരം M. ശ്രീശങ്കറിന് അർജുന അവാർഡ് എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. മലയാളികൾക്ക് അഭിമാനമാണ്. ഒപ്പം കബഡി പരിശീലകൻ E. ഭാസ്കറിന് ദ്രോണാചാര്യ ലഭിച്ചിരിക്കുന്നു. ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി അടക്കം 26 പേർക്കാണ് അർജുന അവാർഡ് ഉള്ളത്. അടുത്ത മാസം 9-ന് അവാർഡുകൾ വിതരണം ചെയ്യും. ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജനും M. ശ്രീശങ്കറിന്റെ വീട്ടിൽ നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. ആദ്യം നിഖിൽ പ്രമേഷിലേക്ക്. നിഖിൽ, നേരത്തെ തന്നെ പ്രതീക്ഷിച്ചാണ് ഇത് വലിയ സന്തോഷമുള്ള കാര്യം, വലിയ അഭിമാനമുള്ള കാര്യം മലയാളികൾക്ക്. എന്താണ് ശ്രീശങ്കറിന്റെ വീട്ടിലെ നിലവിലെ അവസ്ഥ? നിഖിൽ പ്രമേഷിലേക്ക് എത്താം. എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടമുണ്ടായിരിക്കുന്നു. M. ശ്രീശങ്കറിന്, ലോങ് ജമ്പ് താരം M. ശ്രീശങ്കറിന് അർജുന അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഒപ്പം കബഡി പരിശീലകൻ E. ഭാസ്കറിന് ദ്രോണാചാര്യ പുരസ്കാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇതിൽ പട്ടികയിൽ ഇടം പിടിച്ചിൽ തന്നെ മുരളി ശ്രീശങ്കർ വലിയ സന്തോഷമുണ്ടെന്ന് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നു. മലയാളികളുടെ അഭിമാന താരം M. ശ്രീശങ്കർ അർജുന അവാർഡ് ജേതാവായിരിക്കുന്നു. ഒപ്പം ദ്രോണാചാര്യ അവാർഡിന് E. ഭാസ്കറിനും അർഹനായിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് ശ്രീശങ്കറിന്റെ വീട്ടിൽ തന്നെയുണ്ട്. എന്താണ് കുടുംബാംഗങ്ങളുടെയൊക്കെ സന്തോഷം, അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ അറിയാം. അതിനായി കാത്തിരിക്കുന്നു. ഒപ്പം 26 പേർക്കുള്ള അർജുന അവാർഡാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. ഈ മാസം 9-ാം തീയതി അവാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നിഖിൽ പ്രമേഷിലേക്ക്. നിഖിൽ, ഒടുവിൽ ശ്രീശങ്കറിന്റെ ആ നേട്ടം അത് കേരളത്തിലേക്ക് എത്തുന്നു, അർജുന അവാർഡ് ജേതാവാകുന്നു. ഒപ്പം എന്താണ് വീട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രതികരണം? വലിയ സന്തോഷത്തിലാണ് പ്രജിൻ, ഇവരെല്ലാവരും. കാരണം അല്പസമയം മുൻപാണ് ഈ വീട്ടിലേക്ക് ആ സന്തോഷ വാർത്ത എത്തിച്ചേർന്നത്. പാലക്കാട് യാക്കരയിൽ ആ വീട്ടിലേക്ക് ആ സന്തോഷ വാർത്ത എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ TV-യിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. മുരളേട്ടനുണ്ട്, ബിച്ചേച്ചിയുണ്ട്, പാറുണ്ട്. നമുക്ക് എല്ലാവരോടും ചോദിക്കാം. ആദ്യം ശംഖു വിളിച്ചത് മുരളേട്ടനായിരുന്നു. സത്യത്തിൽ ഞാനാണ് ആദ്യം അറിഞ്ഞത്. അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് അറിഞ്ഞത്. എന്തായാലും വലിയ സന്തോഷം. പിന്നെ വിളിച്ച് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുകയാണ് ചെയ്തത്. വലിയ സന്തോഷമുണ്ട്. നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അർഹത ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം അപേക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം നല്ല ചാൻസ് ആയിരുന്നു, ഇതിലും നല്ല ചാൻസ് ആയിരുന്നു കഴിഞ്ഞ വർഷം. കോമൺവെൽത്ത് സിൽവർ മെഡൽ ഉണ്ട്. അവൻ സ്വന്തമായി തോന്നി എനിക്ക് എലിജിബിൾ അല്ല, ഞാൻ എലിജിബിൾ അല്ല ഈ അവാർഡിന്, അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറുള്ള ആളാണ്. അതുകൊണ്ട് സ്വന്തമായി ഞാൻ എലിജിബിൾ അല്ലാന്ന് തോന്നിയതുകൊണ്ട് അപ്ലൈ ചെയ്തില്ല. ഈ വർഷം ഒരുപാട് ഞങ്ങളുടെ ചീഫ് കോച്ചിനെ കൊണ്ടും വേറെ ഞങ്ങളുടെ ഡെപ്യൂട്ടി ചീഫ് കോച്ച് രാജ്മോഹൻ സാറിനെ കൊണ്ടും രാധാകൃഷ്ണൻ സാറിനെ കൊണ്ടെല്ലാം പ്രസ് ചെയ്യിച്ചു. എല്ലാവരും പ്രസ് ചെയ്തിട്ടാണ് അവൻ അപ്ലൈ ചെയ്യാൻ തന്നെ തയ്യാറായത്. എന്തായാലും ഭാഗ്യം ഈ വർഷം തന്നെ കിട്ടി. ഇപ്പോൾ ഇത്തവണ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഏഷ്യൻ ഗെയിംസ്, അതിൻ്റെ വെയിറ്റേജ് എല്ലാം ഉണ്ടായിരുന്നു. ശംഖുവിൻ്റെ പ്രതീക്ഷ എത്രത്തോളമായിരുന്നു ഇത്തവണത്തെ? അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. അവൻ ഒരുവിധം പ്രതീക്ഷ ഉണ്ടെങ്കിൽ തന്നെ അപ്ലൈ ചെയ്യുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ അറിഞ്ഞില്ല അപ്ലൈ ചെയ്തില്ല എന്നുള്ള കാര്യം. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ് ഈ ഒരു അവാർഡ്. അതുകൊണ്ട് അവാർഡിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ഞങ്ങൾ രണ്ടുപേരും അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചു. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കാരണം അവൻ്റെ ഒരു കഷ്ടപ്പാടിന് ഒരു അർജുന അവാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കായിക താരത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണല്ലോ അർജുന അവാർഡ് എന്നുള്ളത്. അത് ഞങ്ങൾക്കും ഞങ്ങളുടെ അഭിമാനം, ഞങ്ങളുടെ സന്തോഷം. മെഡിക്കൽ കോളേജിലെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു? എല്ലാവരോടും പറഞ്ഞു. അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം ആളിവിടെ ഇല്ലാത്തത് ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോൾ നേരത്തെ ഒന്ന് ഡേറ്റ് കിട്ടിയതിരുന്നായിരുന്നു, പോകേണ്ടിരുന്നതാണ്. അത് ഒഴിവാക്കാൻ പറ്റാത്തായിരുന്നു. പക്ഷേ ഈ ആഴ്ച വരുമെന്നേ അറിയുള്ളായിരുന്നു. എന്ന് വരുമെന്ന് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രീശങ്കറിനോട് ചോദിച്ചപ്പോൾ തന്നെ ഇതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒളിമ്പിക്സ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ഓൾറെഡി ആരംഭിച്ചല്ലോ അല്ലേ? അതെ, മോൻ്റെ ഒരു ലക്ഷ്യം അത് തന്നെയാണ്. കാരണം വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവന് അത് പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ അടുത്ത പിന്നെ ഇനി ഒളിമ്പിക്സിലേക്ക് എന്നുള്ള രീതിയിലാണ്. ഈ അവാർഡും കാര്യങ്ങളെല്ലാം സന്തോഷമുണ്ടെങ്കിലും മറു സൈഡിൽ വീണ്ടും ഹാർഡ് വർക്കിലേക്ക് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് തന്നെ സമയം നീക്കി വയ്ക്കുന്നത്.
സന്തോഷമുണ്ട്. അതിനൊപ്പം തന്നെ വിളിച്ചോ ആൾ ഇതിന് ശേഷം ബന്ധപ്പെട്ടു? വിളിച്ചു വലിയ സന്തോഷത്തിലാണ് ആള്. അത് പിന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശരി, ലോങ് ജംപ് താരം എം ശ്രീശങ്കറിന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നിഖിൽ പ്രമേഷ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചത്. വലിയ സന്തോഷമുണ്ട് എന്നവർ പറയുന്നു. നേരത്തെ ഈ രീതിയിലുള്ള പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് എം ശ്രീശങ്കറിന് അർജുന അവാർഡ്, ഒപ്പം കബഡി പരിശീലകൻ ഇ ഭാസ്കറിന് ദ്രോണാചാര്യ, 26 പേർക്ക് ഇത്തവണ അർജുന അവാർഡുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഖേൽരത്ന അവാർഡാണ്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രഗീരുടെയും പങ്കാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.